ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ പോകുന്നുണ്ട്. ഇനി ഞാനിന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതൊക്കെ ടൈം ലാപ്സിൽ എടുത്തതാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഡെയിലി ഉള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ അതൊന്നൊരു മടുപ്പ് വേണ്ടാന്ന് കരുതിയിട്ട് ഞാനിങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ന് നൈറ്റിലേക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ പെപ്പർ ചിക്കനുമാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണ് പെപ്പർ ചിക്കന്. പിന്നെ ഫ്രൈഡ് റൈസ് അറിയാലോ, നമ്മൾ എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്, എല്ലാവരും അധികം ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും റെസിപ്പിയൊന്നും ഇപ്പോൾ നമുക്കാർക്കും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനത് കരുതിയിട്ട് വെറുതെ മെനക്കെടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ ഒരു എന്താ പറയുക, റിപ്പീറ്റഡായി പോകുമല്ലോ, അതിനെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ പെപ്പർ ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ഞാൻ എല്ലാതും ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇക്ക കഴിച്ചില്ലെങ്കിലും നമുക്കൊക്കെ ഒന്ന് ഒരു ടൈമിൽ കഴിക്കാനുള്ള അത്രേ ബാലൻസ് ആക്കണ രീതിയിൽ ആക്കലുള്ളൂ. ഇക്കക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെയല്ല, ഇക്ക കഴിച്ചാലും അതിൽ നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുറച്ചധികം എടുക്കുള്ളൂ, ഒരുപാടൊന്നും എടുക്കില്ല, കുറച്ചേ എല്ലാതും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കനെ വെയിറ്റ് ആക്കിയിട്ട് ഇരിക്കലാവും. ഇതിനിടയിൽ അപ്പോൾ എണീക്കണതിനെ കൊണ്ട് എനിക്ക് എല്ലാതും ഒരേ ടൈമിലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം മാറിപ്പോകും കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഇത് വേവൊക്കെ ആയി. ഞാനത് ഗ്രേവി വേണ്ടാത്ത രീതിയിലാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് അടച്ചു വെച്ച് വേവിച്ചിട്ട് പിന്നെ അത് അങ്ങനെ വറ്റിച്ചെടുക്കലായിരുന്നു കേട്ടോ. പിന്നെ ഇക്ക വന്നു, ഇക്ക അന്ന് നിസ്കരിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാനൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ കേട്ടോ. തക്കാളി അല്ല, ക്യാപ്സിക്കം. എങ്ങനെയുണ്ട്? എന്താ എന്നിട്ട് നിങ്ങളെ വിശേഷമൊക്കെ? ഇപ്പൊ കഴിഞ്ഞ വീഡിയോ മതി നോസ്റ്റാൾജിയ പറഞ്ഞിട്ടല്ലേ? പറയില്ല, വീട്ടിട്ടില്ലേ? എന്താ ഞാനിട്ട് പെരുത്തായാലോ, ഞാൻ നന്നായാലോ. നിങ്ങളെ കാമുകിമാർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കി. പറയതാ 12 ലിങ്കാണ് പോയി കിട്ടുമല്ലോ. അതെ, 13 ഇപ്പോഴും ഉണ്ട് എന്നർത്ഥം. അല്ല, നമ്പറില്ല. എന്താണ് സോപ്പും പൊടി മാത്രമേ ബാക്കിയുള്ളൂ. സോപ്പും പൊടി ഇതിട്ടിടാൻ. മനസ്സിലായി. അടുക്കളയിലേ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം റാഹത്തായി. പെപ്പർ ചിക്കനല്ലേ? ഇതെന്തായിട്ട് തോന്നുന്നുണ്ട്? പെപ്പർ ചിക്കൻ്റെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഉദ്ദേശിച്ചു ഭാഗ്യം അല്ല, അതാണ് പറഞ്ഞ അതല്ലാതെ പറഞ്ഞു ഞാൻ തോന്നിയിട്ടാണ്. വായോ, ഞാൻ മാത്രം അനുഭവിച്ച പോലെ നമ്മ ഉണ്ടാക്കിയ മാമ പപ്പ കുറച്ച് തെറ്റേ. അതെന്തേ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്ത? ഇതിലൊന്നുമില്ല, വെള്ളം മിക്സ് ചെയ്താ കെച്ചമ്പർ ഉണ്ടാക്കിനോ? എത്ര വെള്ളം കാണില്ല, ഏതൊരു വെള്ളം കൂടി കിട്ടും. ഉള്ളിത്തെ വെള്ളം. പിന്നെ ശരിയാ, കണ്ടോത്തരം ഉള്ളുന്നാണല്ലോ വെള്ളം തന്നെ. നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുണ്ട്. ബ്രോസ്റ്റിക്ക് ഇങ്ങനെ മസാല മിക്സ് ചെയ്യണതല്ലതേ. കണ്ണമ്മ കുരു പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നാവുമ്മ കുരു. എങ്ങനെയാ അങ്ങനെ വരുന്നേ?
ശാപാണ്. ഉണ്ടാവും നല്ല ഞാൻ നല്ല നന്നായിട്ട് ഫുഡ്. ഭക്ഷണം കഴിച്ച അഭിപ്രായം പറയല്ലേ. സബ്സ്ക്രൈബേഴ്സ് അയാളെ മാവിൻ്റെ ഇതൊക്കെ ഫോട്ടോ വന്നത് എന്നിട്ട് നമ്മൾ തളർന്നോ? സബ്സ്ക്രിപ്ഷൻ കുറയാനല്ലാതെ. ഡെയിലി വീഡിയോ കാണട്ടോ. എന്നിട്ടോ കിട്ടുമോ റീച്ച് ഫുഡോ അല്ല നിങ്ങൾക്ക് കിട്ടലില്ലേക്ക? എന്ത് നാട്ടിൽ പോ അതിന്റെ ഇങ്ങോട്ട് നോക്കിക്കാണേ. ആ നിസ്കരിച്ചു വന്നാണ്ടല്ലോ നിങ്ങൾ ഈ പറയണത്. എന്ത് എന്താണ് ഇതിനകത്തെ വായിൽ മുറി മാറാൻ വേണ്ടിയിട്ട് ആ തുള്ളി വെള്ളവിടെ വെച്ചിട്ട് ഇത്തിരി ഉപ്പുവെള്ളമാക്കി വെച്ചാൽ ചൂടായത്. അല്ലെങ്കിൽ നാരങ്ങ കലക്കിച്ച് വാക്കി വെച്ചതല്ല. അത് പിന്നെ പറയാതിരിക്കുവോ? ഉപ്പുവെള്ളം അവനാന്റെ ശരി ഉപ്പുവെള്ളം കുറച്ച് അല്ലേ? അവനാന്റെ ശരീരം നോക്കിട്ട് വേണം നടക്കാൻ. അതിനാ ഞാൻ മായാവിടെ ഫ്രണ്ടിന്റെ ശരിയാടി മോന്റെ മോൻ തന്നെ. അങ്ങനെ പറയരുതിട്ടാ. എന്താ അല്ലെ ദുരൂഹതല്ലേ? അല്ലെ എല്ലാരും ഓനിന്റെ ഫേസ് കട്ടാണ് അറിയലുണ്ട്. ചുണ്ട കളവാ അവ അങ്ങനെ ആലോചിക്ക്. ഇന്നും കൂടെ ആലോചിച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളെ വീട്ടിലൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഓന്റെ മാതിരിയാവൂലേ? എന്തിനാ ഇതുപോലെ ഇത് തന്നെ അക്കലാണ്. നിങ്ങളൊക്കെ അത്രക്കിന്റെ കുട്ടി ശല്യ പോയി കഴിഞ്ഞ മമ്മ പോര് പറയും. പറമ്പും പോണ്ടില്ലല്ലോ. അപ്പൂനെ നിങ്ങൾ എന്താക്കുക? നിങ്ങളതാണല്ലോ. ആൾക്കാർ കേട്ട എന്താ പറയാ, ആ പെണ്ണ് ആ ചെറിയ കുട്ടീനെ വളർത്തി പോയി. അപ്പൊ കേൾക്കണ്ട കുട്ടീനെ കൊണ്ടു സ്വസ്ഥം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞമാര് കുറച്ച് ലിങ്ക് പഴയ ഗ്രാമീണമാർക്കൊന്ന് അയച്ചു കൊടുക്കണം. അനക്ക് ഞാൻ പഴയ കാമുകമായിട്ട് ബന്ധമായിട്ട് പ്രശ്നം പോയി. നിങ്ങൾക്കില്ലേ എനിക്കുണ്ടല്ലോ. അല്ലേ എന്താ ചെയ്യാന്ന് വെച്ചില്ല എന്നെ പറഞ്ഞു. നിങ്ങള് പിന്നെ എന്തിനാ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്? നിങ്ങക്ക് ഈ ഫ്ലാറ്റ് ഒക്കെ എടുത്തിട്ട് ഫ്രൈഡ് റൈസ് ഇപ്പൊ ഞാനെന്താ ചെയ്യുന്നത്? നിങ്ങൾ വന്നതിന് കാര്യമുണ്ടോ? ഞാൻ എന്താ റബ്ബി പറഞ്ഞു തരുന്നത്? ഉണ്ടാവും ഇറച്ചിച്ചോറ് അതല്ലേന്ന് പറഞ്ഞിരുന്നത്. അതല്ലേ ഇറച്ചിയും ചോറും. അതെന്താ മന്തിക്കാണ്? മട്ടൻ ഇല്ല. ഓ ഓ കം ബാക്ക്. പിന്നെ വന്ന ആ ഡയലോഗാണെന്ന് നമ്മക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ. അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. വീഡിയോ ഓണാണ്. രസമുണ്ട് എന്നൊക്കെ പറയാൻ പാടില്ലല്ലോ. അടുത്ത ദിവസത്തേക്കുള്ള കണക്ക് കൂട്ടല്. നിങ്ങൾ ആരും പെട്ടെന്ന് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വലുതാക്കരുത്. കാരണം വലുതായി കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴേ വീഡിയോ ഉള്ളൂ. അത്യാവശ്യം റീച്ച് ഉണ്ടായി കഴിഞ്ഞാല് ചക്കര കുട്ടിയാണ് അമ്മന്റെ ചക്കര കുട്ടിയാണ്. വെറുതെ എറുമ്പ് മൊത്തം തിന്നുകണത്. പിന്നെ ബന്ധു ഞങ്ങളോട് പറയാൻ വന്നത് ഇന്നത്തെ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടിക്ക? എന്തേലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? ചിക്കൻ ഇല്ലല്ലോ. ഇന്നലല്ലേ ഇപ്പൊ കൊണ്ടുവന്നത്? പറയേ
ഉണ്ടോ? നല്ല കൈപ്പുണ്യുണ്ട്. ഇതിന് ഗ്ലൗസ് ഇടാതെ ഉണ്ടാക്കി അശ്ലീലം അശ്ലീലം നല്ലല്ലോ. ഇച്ചോ ആ ഡോറടക്ക് പഴയ ക്യാരറ്റ്. ദാരിദ്ര്യം പറയല്ലേ. അല്ലാതെ പൊരു ഞാൻ നല്ല ടേസ്റ്റാ ചോദിക്കണതേ. പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ചെറിയ വ്യത്യാസമുണ്ട്. അരി കുറച്ച് അല്ല പാത്രം മാറി. 336 കടുകല്ലേ ഇതിലിട്ടിക്കണം. ആ ഫ്രൈഡ് റൈസ് കടുക് ഇട്ടിട്ട് എന്റെ പൊന്നോ ഓർമ്മ ഭക്ഷണം കഴിക്കാനാ. എന്താണ് ആ ആയിക്കോട്ടെ.